പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, ജെറമിയ 15:19 കർത്താവ് അരുളി ചെയ്യുന്നു, വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. നമ്മുടെ സംസാരം എപ്പോഴും നല്ലതായിരിക്കണമെന്ന് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എഫേസോസ് 4:29 തിരുവചനം പറയുന്നു, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്ക് ഉതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. സങ്കീർത്തനം 34:13 സങ്കീർത്തകൻ പറയുന്നു, തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന്. യാക്കോബ് 3:6 തിരുവചനം പറയുകയാണ്, നാവ് തീയാണ്, അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെ ആണ് എന്ന്. നാം പലപ്പോഴും മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കാറുണ്ട്. അവരെ അപമാനിക്കാറുണ്ട്. പലപ്പോഴും ശപിക്കാറുമുണ്ട്. ഇത് നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളാണ്. പ്രഭാഷകൻ 28:17 തിരുവചനം പറയുന്നുണ്ട്, ചാട്ടകൊണ്ട് അടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും എന്ന്. മത്തായി 12:36 യേശു പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിനത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നമ്മുടെ അധരം സംസാരിക്കുന്നത്. ഹൃദയത്തിൽ നന്മയാണുള്ളതെങ്കിൽ നമ്മുടെ അധരങ്ങൾ വഴി നന്മ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്നാൽ ഹൃദയത്തിൽ തിന്മ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മുടെ അധരങ്ങളിൽ നിന്ന് തിന്മയായ വാക്കുകൾ, ശാപവാക്കുകൾ, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന രീതിയിലുള്ള സംസാര രീതിയായിരിക്കും പുറത്തു വരിക. വായിൽ നിന്നും വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. വായിൽ നിന്നും പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ദുശ്ചിന്തകൾ, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, പരദൂഷണം, ഇതെല്ലാം പുറപ്പെടുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അവയെല്ലാം മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. നാം നമ്മുടെ നാവുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുകയും പിതാവിനെ ബഹുമാനിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യനെ അതേ നാവുകൊണ്ട് തന്നെ ശപിക്കുകയും ചെയ്യുന്നു. നാം എല്ലാവരും പലവിധത്തിൽ തെറ്റുകൾ ചെയ്യുന്നുണ്ട്. സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ ഏവനും പൂർണ്ണനാണ്. അവൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് സാധിക്കും. യാക്കോബ് 1:19 തിരുവചനം പറയുന്നു, നിങ്ങൾ കേൾക്കുന്നതിൽ സന്നദ്ധരുള്ളവരും സംസാരിക്കുന്നതിൽ തിടുക്കം കൂട്ടാത്തവരും കോപിക്കുന്നതിൽ മന്ദഗതിക്കാരുമായിരിക്കണം. നാം പലപ്പോഴും കോപിക്കുന്നത് കൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. തന്നെയുമല്ല, ചീത്ത വാക്കുകളും ശാപവാക്കുകളും നാം പറയുകയും ചെയ്യുന്നു. അത് അനേകരെ നിരാശയിലേക്കും ആത്മനാശത്തിലേക്കും നയിക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നാം ദൈവത്തിൻ്റെ വചനം നിറച്ചാൽ നമ്മുടെ നാവിൽ നിന്ന് നന്മ മാത്രമേ പുറത്തു വരികയുള്ളൂ. ആ നന്മകൾ മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യും. ക്ഷമയും ദയയും ആത്മസംയമനവും സമാധാനവും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. നമുക്ക് തെറ്റുകൾ പറ്റുന്നത് എന്തുകൊണ്ടാണ്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തതുകൊണ്ടാണ്. വിശുദ്ധ ലിഖിതങ്ങൾ ദൈവവചനങ്ങളാണ്. അത് ദൈവനിവേശിതമാണ്. ദൈവം തന്നെയാണെന്ന് യോഹന്നാൻ 1:1 പറയുന്നുണ്ട്. അതുകൊണ്ട് വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നമ്മുടെ നാവ് ദൈവത്തിൻ്റെ നാവ് പോലെ ആയിത്തീരും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.